ഒരു കുഞ്ഞിന് നേരെയും മനസ്സാക്ഷിയെ മരവിപ്പിച്ച കൊടും ക്രൂരത. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലാണ് 2.5 വയസ്സുകാരിക്ക് നേരെ ആയമാരുടെ ക്രൂരത ഉണ്ടായത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുഞ്ഞിൻ്റെ പിൻഭാഗത്തും ജനനേന്ദ്രിയത്തിലും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചത്. കെയർടേക്കർ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്താണ് ഗുരുതരമായ പരിക്ക് കണ്ടെത്തിയത്. 3 പേരെയും മ്യൂസിയം പോലീസ് പോക്സോ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ സംഭവിച്ചത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കിടക്കപ്പായയിൽ മൂത്രമൊഴിക്കുന്നത് കൊണ്ട് കുട്ടി അത് ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ് CWCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അരുൺ ഗോപൻ പ്രതികരിക്കുന്നത്. അത് പട്ടക്സിലാണ് ശ്രദ്ധയപ്പെടുന്നത്. പട്ടക്സിൽ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടിയുടെ മെഡിക്കൽ എടുത്ത് നിയമപരമായ നടപടിയിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചു. അറിഞ്ഞ സമയത്ത് തന്നെ CWCയും അതോടൊപ്പം തന്നെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇവിടുത്തെ വിസിറ്റിംഗ് ഡോക്ടേഴ്സ് ഉണ്ട്. വിസിറ്റിംഗ് ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകളെ സമീപിക്കുകയും തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് അതോടൊപ്പം തന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സംഗതികളിലേക്ക് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് അവരെ ആ ഘട്ടത്തിൽ തന്നെ ആ സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെ പിരിച്ചുവിടുകയും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ഞങ്ങൾ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് ഈ കുട്ടിക്ക് ഈ മുറിവ് സംഭവിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ട് പോലും ഈ സംഭവങ്ങൾ ആരും പുറംലോകം അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കുട്ടി വേദനയെ തുടർന്ന് കരയുന്നത് കാണുകയും ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് കുട്ടിയെ കുളിക്കുന്ന സമയത്ത് കുട്ടിയെ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കുട്ടി ക്രൂരമായി തന്നെ ഈ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. കുട്ടിയുടെ പിൻഭാഗത്തും ജനനേന്ദ്രിയത്തിലും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 പേരെ, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് അജിത എന്ന ആയയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നതിനെ കൂട്ടുനിന്ന മറ്റു 2 പേരും മഹേശ്വരിയും സിന്ധുവും ഈ കുറ്റം മറച്ചു വെച്ചു. അപ്പോൾ ആ ഒരു കുറ്റത്തിലാണ് 3 പേർക്കെതിരെയും പോലീസ് പോക്സോ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് എടുത്തിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കി റിമാൻഡിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിശുക്ഷേമ സമിതി പോലുള്ള ആരോരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകളും ഇത്തരം അനീതികളും ഈ അധികൃതർ കാണുന്നില്ല, അധികൃതർ അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ട് പറയാനുള്ള കാര്യം. എത്ര തവണ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇനി നടപടി എടുത്താൽ പോലും ഇവരെ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിരിച്ചുവിട്ടിരുന്നു എന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം. അതായത് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞ് 6 ദിവസത്തിൽ, അതായത് ഈ ഒരാഴ്ച ജോലിയിൽ ഉണ്ടായിരുന്നുള്ള 7 പേരെയും പിരിച്ചുവിട്ടതിനു ശേഷം മാത്രം പോലീസിലേക്ക് കേസ് കൊടുക്കുന്നു. പോലീസ് കേസ് അന്വേഷിക്കുന്നു. എന്നിട്ട് 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞ് ശിശുക്ഷേമ സമിതി അതിൽ നിന്നും രക്ഷപ്പെട്ടത്, അതിൽ നിന്ന് ഊരി വന്നതിന് ശേഷമാണ് ഇതൊരു കേസാക്കാനും കൂടി പോയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അതിക്രൂരമായി പൈശാചികമായി വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. അതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരമ്മമാർ പോലും, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് അവകാശപ്പെടുന്നവർ പോലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ക്രൂരതകൾ കുട്ടികളോട് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. കുട്ടി ഇപ്പോൾ എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായിട്ട് സുരക്ഷിതമായി തന്നെയുണ്ട്. ഇവർക്ക് അവിടെ ഇനി ജോലി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും ശിശുക്ഷേമ സമിതിക്ക് അകത്ത് നടക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചുമതല അധികൃതർക്കുണ്ട്, ശിശുക്ഷേമ വകുപ്പിനുണ്ട്, അത് വകുപ്പ് മന്ത്രിക്കുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ കണ്ടെത്തുക തന്നെയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.